നമുക്കൊരു പയറുപ്പേരി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പയറെടുത്തിട്ട് നന്നായി കഴുകിയിട്ട് മുറിച്ചെടുക്കുക. കഴുകി മുറിച്ചെടുത്ത ശേഷം നമുക്ക് വേണ്ടുന്ന പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടുക. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, ആ കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. വെളുത്തുള്ളി ചതച്ചെടുക്കുക. വെളുത്തുള്ളി ഞാൻ 2 അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 അല്ലി വെളുത്തുള്ളി എടുക്കുക. അത് തേങ്ങയിലെടുത്ത് വെക്കുക. തേങ്ങ ചിരവിയെടുത്ത് തേങ്ങയിലിട്ട് വെക്കുക. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ പയറിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളത് ഇടുക. പിന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് ഈ വെച്ചിരിക്കുന്ന പയർ നമ്മളതിനകത്തേക്ക് ഇടുക. പയറിട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കി അത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് വേവണം എന്നാണല്ലോ പറയുന്നത്. അടച്ച് വെച്ച് വേവിക്കുക. ശേഷം കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ എടുത്ത് അതിനകത്ത് ഇടുക. തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പൊക്കെ പാകത്തിനാക്കി നോക്കി നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. വേണമെങ്കിൽ 2 അല്ലി കറിവേപ്പില ഇടാം. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറുപ്പേരി റെഡി. ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു കറിയാണ്. നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് പയർ ഉപ്പേരി എന്ന് പറഞ്ഞാണ് വെക്കുന്നത്. തോരനല്ല, ഉപ്പേരിയാണ്.